അപ്പോൾ മക്കളെ ഇതാണ് നമ്മുടെ നാട്ടിലെ ഗ്യാങ് കേട്ടോ. അപ്പോൾ എന്ന് വൈകുന്നേരം കളിയാണ്. ഇതാണ് നമ്മൾ ഒത്താൻ സ്റ്റെമ്പ് വെക്കണത്. 19 കിഡ്സാണ്. 2Kൻ്റെ പവറിൽ നടക്കുകയാണ് ഇപ്പോഴും. ഇതാണ് കുഞ്ഞാണി, ലബീബ് കുഞ്ഞാണി. ഓക്കെ. പോസ്റ്റൊക്കെ വെക്കണുണ്ടാലേ എന്താ സെറ്റപ്പ് അല്ലേ. അവിടെ നമ്മളെ സ്റ്റെമ്പാണ്, ഇവിടെ കല്ലാണ്. ഏതായാലും എല്ലാവരും ഒന്നിനൊന്ന് പിടിച്ചിരിക്കാൻ നോക്കുകയാണ്. അങ്ങനെ ടീമൊക്കെ ഇട്ട് ഞങ്ങൾ സെറ്റപ്പായി. അതിൻ്റെ ചർച്ചയാണ്. ഫസ്റ്റ് ആദ്യം ബോൾ ചെയ്യുന്നില്ലത്. ഫസ്റ്റ് പിന്നെ സുഡന്നെ അങ്ങോട്ട് ബോൾ ചെയ്തു. ഇനി അതല്ല ഞങ്ങളെ കളി കണ്ടോളി. ഓക്കെ. ബോൾ ചെയ്യാനുള്ള വാശിയാണിത്. നമുക്കൊന്നും ആരുമില്ല നീ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മളൊക്കെ നമുക്കുള്ളൂ. അമ്മ പറഞ്ഞു ഞാനൊരു അച്ഛനാൻ പോവണം. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ഇതാട്ടോ വിനായകൻ ടോണ്. അപ്പോൾ എന്താണ് വെച്ചാല് ബാറ്റ് ചെയ്യുമ്പോൾ ആളെ കാണും, പിന്നെ ആളെ കാണൂല. പിന്നെ ബോൾ ചെയ്യാൻ നേരത്തെ വന്ന് ഓവർ ചെയ്ത് പോകും. പിന്നെ ഞാൻ പിന്നെ അമ്മ ബോളിങ്ങാ. എനിക്ക് ഏതായാലും ഒരു വിക്കറ്റും കിട്ടി. അതിന്റെ സന്തോഷത്തിലാണ് ഞാൻ. ഇവിടുത്തെ മെയിൻ കളിക്കാരൻ ജിത്തു. അതിന് വൈഡാ കിട്ടിയത്. അതിൻ്റെ ആകെ മൂഞ്ചിപ്പോയി. പിന്നെ ഉണ്ണി മെയിൻ ബൗളറാണ്. എന്താണ് ചെയ്യല്ലേ. പിന്നെ ഒത്താൻ ബോൾ ചെയ്യാൻ വേണ്ടി കാണ്ടേ മലിംഗനാണ് നമ്മൾ ഇറക്കിയത്. എന്റെ ആവശ്യങ്ങൾക്ക് ഞാൻ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാറില്ല. വീട്ടുകാരുണ്ടാക്കിയിട്ടത് എന്തെങ്കിലും എടുത്ത് വിറ്റ് അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. അടുത്ത ബോളതിൽ ഒത്താൻ 4 അങ്ങോട്ട് വായിപ്പിച്ചു. പൊതുവെ എനിക്ക് ബോൾ ചെയ്യാനൊന്നും തരില്ല. പിന്നെ ഏതായാലും വീഡിയോ എടുക്കാറപ്പോൾ എനിക്കൊരു ഓവറൊക്കെ തന്നു. ഏതായാലും എനിക്കൊരു വിക്കറ്റ് കിട്ടി. ആ കയറിൻ്റെ അപ്പുറത്തേക്ക് പൊന്തി അടിച്ച ഔട്ടാണ്. അപ്പോൾ ഏതായാലും എനിക്കൊരു ഔട്ടൊക്കെ കിട്ടിയിട്ടോ മക്കളെ. പിന്നെ ഞങ്ങൾ താഴത്തെ കൊണ്ടുവരുന്ന മലിംഗയാണിത്. മലിംഗ ഓവർ ചെയ്തു. പിന്നെ ഹൈസ്കൂൾ പഠിക്കത്തെ സുടുങ്ക അതാ ഓവർ ചെയ്ത്. നേരെ സുഭാഷിനെ ചന്തിക്കിട്ട് കൊണ്ടു. അതൊന്നും നോക്കിയില്ല. പിന്നെ അടുത്ത ടീമിലെ ചർച്ചയാണ്, ആരൊക്കെ ഇറങ്ങും. ബാറ്റ് പൊട്ടിയ കഥയൊക്കെ പറഞ്ഞിരിക്കുകയാണ് അവിടെ. പിന്നെ ഞാൻ ഇറങ്ങി. ഞാനൊന്നും നോക്കില്ല. ഞാൻ നല്ല കളിയാണ്. ഫസ്റ്റത്തെ ബോളൊന്ന് മുട്ടി. പിന്നെ ഒന്നും നോക്കിയില്ല. രണ്ടാമത്തെ അല്ലേ. ഇതിനു മുമ്പ് ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ഏകാന്തത, ഭയം, എന്റെ മനഃശക്തിയെല്ലാം ചോർന്നു പോകുന്നു പോലെ. ദൈവമേ, എനിക്ക് ചിരിക്കാൻ കഴിയുന്നില്ല. പിന്നെ ഇന്നെ മന്ത്രം ചൊല്ലി MS ധോണി ഇതെടുക്കണു. ചട്ടകുത്ത ടോമി നല്ല ബാറ്റിംഗ് ആണ് അറിയാം. ഞാൻ ജയിപ്പിച്ചോളാണ് ഇന്നൊക്കെ മന്ത്രം ചൊല്ലി കയറ്റിയ ആള്. ഏതായാലും ഞാൻ പറഞ്ഞു ഇജ്ജ് ജയിപ്പിച്ചാൽ മതി, ആകെ 10 റൺസ് മതി ജയിക്കാനായിരുന്നു. ഏതായാലും ആളാട്ടി തുടങ്ങി. ഞാൻ പറഞ്ഞു മിന്നി വീശിക്കാറുന്നു. ഒരിടത്തൊരാള് ഒരു ആറ്റം ബോംബ് ഉണ്ടാക്കി. എന്നിട്ട് അത് അയാളുടെ കയ്യിൽ നിന്ന് അറിയാതെ വീണ് പൊട്ടി. എന്നിട്ട് അയാൾ ചത്തു. അങ്ങോട്ട് ചാവട്ടെ അയാള്, എന്നാലേ ഇതൊക്കെ അവസാനിച്ചു കിട്ടുള്ളൂ. പിന്നെ അനൂപേട്ടനെ ഇറങ്ങി. ബാക്കിൽ ഇത് എല്ലാവരും മന്ത്രം ചെല്ലുണ്ട്. എങ്ങനെയാലും ഔട്ടായാലും അടുത്തൊക്കെ ഇറങ്ങാലോ, ടീമിന് ജയിപ്പിച്ചാൻ വേണ്ടി കണ്ടേ. ഏതായാലും മൂപ്പര് മിന്നി വിട്ടു. പോക്കിരിത്തരം കാണിച്ചു പിന്നെ നിന്ന് മറ്റേ വർത്താനം പറയുന്നു. തെറ്റ് ചെയ്തിട്ടും മര്യാദയ്ക്ക് സംസാരിച്ചപ്പോ നീ തലേക്കറി നിരങ്ങുവാ. ഇതാണ് ഞങ്ങളുടെ മന്ത്രം ചെല്ലുന്ന ടീം കേട്ടോ. ആ നടുവത്തെ ബ്ലാക്ക് ഷർട്ടിനെ ശ്രദ്ധിച്ചോളിയും. ചെല്ലി അപ്പോൾ ബാധിക്കും. അത്രക്ക് പവറാട്ടോ. പിന്നെ വീണ്ടും അനുപേട്ടൻ ഇറങ്ങി. അനുപേട്ടൻ പറഞ്ഞു ഈ കളി ഞാൻ ജയിപ്പിക്കും പറഞ്ഞ് നിന്ന ആളാണ്. ഏതായാലും മിന്നിക്കും അറിഞ്ഞ നീ വിചാരിക്കുമ്പോ കാറ്റായിട്ടും മഴയായിട്ടും ചെവി കേട്ടൂടാ പോസ്റ്റ്. പിന്നെ കുഞ്ഞാണി അനുപേട്ടന് ഔട്ടായ കഥ വിശദീകരിച്ചു കൊടുക്കാം. പിന്നെ ഞങ്ങളെ കളിയിലെ മായാവിനെ കിട്ടി. ആള് ബോൾ ചെയ്തു. ബോൾ ചെയ്ത പിന്നെ ആളെ കാണൂല. അതേപോലെയാണ്. ഏതായാലും ഞാൻ പറഞ്ഞു ഓരോ ഓവർ ഫുള്ളാക്കി വന്നിട്ട് പോകാറുണ്ട്. സത്യം പറഞ്ഞ നിന്നോട് എനിക്ക് അസൂയടാ. 9ാം ക്ലാസ്സിൽ വെച്ച് നീ പഠിത്തം നിർത്തിയ എത്ര ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഭാരവച്ചാതെ നിനക്ക് എന്ത് ജോലിയും ചെയ്യാലോ. കളിയിലെ തൊള്ളത്തല്ലും അങ്ങോട്ടാടി ഇങ്ങോട്ടാടി എല്ലാം കഴിഞ്ഞിക്കാണ് ഞങ്ങളെല്ലാവരും മിന്നി വിട്ടു. അപ്പം മിന്നൽ മൈമീൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണ് എല്ലാവരും ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ബൈ ബൈ.